ഒരു മാറ്റിയായിട്ടുണ്ട്. എന്താ നിലയുണ്ട് ഞാൻ ആക്കുന്നതാണ്. നല്ല നിങ്ങളുണ്ട് മച്ചത് ഉണ്ടല്ലേ. നല്ല ചെറിയ മച്ച, നമുക്ക് വലുത് കിട്ടുകയില്ല. വലിയ ഓല നോക്കി എടുത്ത് ഉണങ്ങിയ ഓല കൊണ്ട് നല്ലത് നല്ലൊരു മച്ച വന്നിട്ടെല്ലാം അടിക്കാമല്ലോ എനിക്കിങ്ങനെ. നല്ല നീളമുണ്ട് കണ്ടല്ലേ. ഉണങ്ങിയ ഓല ഉണ്ടാക്കിയതാണ്. വേണ്ട അധികം ഇങ്ങനെ ഇതായിപ്പോയിട്ടില്ല. കുറച്ചിങ്ങനെ പച്ച ഉണ്ട്, ചെറുങ്ങനെ പൊടിഞ്ഞു പോവില്ല. കുറച്ചടിച്ചാൽ നല്ല കുറ്റി വെച്ചായില്ലേ. എപ്പോഴും ഇങ്ങനെ ആക്കല് ഞാൻ ഉണങ്ങിയ ഓല കൊണ്ട്. കാവേരി വാഴ ഏതാണ്ട എന്നുണ്ട്. ഇത്രേ കുറേ 2-3 വട്ടം വെക്കാൻ എന്നും ഉണ്ട്. ഉണ്ടല്ലേ. ഇതാണ് ചിക്കി കറി വെക്കൽ. കൂമ്പ് ഇത്രയുണ്ട്. അത്ര ഏതാണ്ടല്ലേ. എല്ലാം കാവേരിയാണ്. കണ്ട അതും കാവേരിയാണ്. അവിടെയെല്ലാം ഇതിൻ്റെ ഇലക്കന്നെ പ്രത്യേകതയാണ്. കണ്ടില്ലേ. ഇതിൻ്റെ ഇല കണ്ടില്ലേ. മറ്റേതിൻ്റെ ഇല കണ്ടില്ല. അങ്ങനെയാണ്. ഇത് ഇവിടെ തണ്ട് കുറേ ഇങ്ങനെ കണ്ടില്ലേ. ഇത്ര ഒരേ ഇല ഉണ്ടാവില്ല. തണ്ടായിട്ട് അങ്ങനെ ആയിക്കോളും. കൊലച്ചോളും. ചെറുതായാലും വയറിട്ടെങ്കിലും. ഇതെല്ലാം സോദരിയാണ്. ഇത് കണ്ടില്ലേ എൻ്റെ പോലെ. സോദരിയുടെ പോലെ പൂമ്പലം കറി വെക്കാം, തോരൻ വെക്കാല. ഇവിടെ ഒരു പൂങ്ങല നേരത്തെ ഞാൻ കാണിച്ചാന്ന് മൂത്തൂത്. അതിൻ്റെ കുമ്പെല്ലാം വെഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കുത്തിക്കൊണ്ടൊക്കെ കുറേ ഉണ്ട്. അവിടെയെല്ലാം ചെറിയ ചെറിയ കൊലയെല്ലാം ഉണ്ട്. അവിടെയെല്ലാം കണ്ടില്ലേ. നിറയെ ഉണ്ട് അടയുടെ. എൻ്റെ കൂമ്പെല്ലാം പൊട്ടിച്ച് തോരൻ വെക്കാം ഉണ്ടല്ലേ. നല്ലൊരു വീഡിയോ ഞാൻ എടുത്തു. എന്നിട്ട് ഞാനെന്ന് പറയാം, എനിക്ക് ഇതിൻ്റെ പേര് കിട്ടുകയില്ല. ഞാൻ കസ്തൂരിന്നേ പറയും. അതേ പണ്ടേ ഞാൻ അങ്ങനെ പറയും. കസ്തൂരി കസ്തൂരി പറഞ്ഞാൽ അത് തന്നെയായി. വീഡിയോ നോക്കുമ്പോഴേക്കെല്ലാം കസ്തൂരി തന്നെ. കാവേരി പറയേണ്ട കസ്തൂരി. എത്രയായാലും എനിക്ക് ശരിയാകുന്നില്ല. അതാണ് ഞാനിപ്പോൾ ആദ്യം എടുത്തത്. അത് കളഞ്ഞു വീഡിയോ. കാവേരി വാഴ കാവേരി എന്ന് പറയുന്നത് ഞാനത് പറയുകയില്ല. ഞാൻ കസ്തൂരി എന്നേ പറയും. കസ്തൂരി വെണ്ടയാണ്. പക്ഷെ ഞാൻ പറയല് കാവേരി വാഴാന്ന്. നമ്മുടെ ബയോഗ്യാസിൻ്റെ ടാങ്ക് ഉണ്ട്. അതാ പച്ചക്കറിക്ക് ഒഴിക്കേണ്ട നീരുണ്ട് കേട്ടോ. വേണ്ട ഇന്ന് കാണുന്നുണ്ടോ വെള്ളം. ഇതാണ് നമുക്ക് പച്ചക്കറിക്ക് ഒഴിക്കേണ്ടത്. തുറന്ന് വെക്കണം. ഇതൊന്ന് മരം മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കെല്ലാം വീണു. ആ തേങ്ങ വീണിട്ടുണ്ടണ്ട. ഇന്ന് ആരും ഇങ്ങോട്ടൊന്നും എടുക്കാൻ വരില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ ഞാൻ വന്നില്ല. ഇതാ ഉണ്ടായി. ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരു തേങ്ങ. അന്ന് ഇതാണ് കോരി വയ്ക്കുന്നത്. നമുക്ക് വേറെ ഒന്നും വളം വേണ്ട. ഇതുവരെ അങ്ങനെ എല്ലാത്തിനും ഇതാ കോരി വയ്ക്കൽ. പ്രാവശ്യം കുറേ നാളായി എൻ്റെ പൈപ്പിന് തകരാറായിട്ടേ. പൈപ്പ് എവിടെയോ വിട്ടുപോയി. അത് ശരിയാക്കാതെ കൊണ്ട് ഇപ്പം തീ കത്തുന്നുമില്ല. അതൊന്ന് ശരിയാക്കിയാൽ തീയും കത്തും. ഇത് കൊണ്ടുവച്ചാൽ നമുക്ക് എല്ലാറ്റിനും കോരി ഇത് ഒഴിച്ചാൽ മതി. വേറെ ഒരു വളവും വേണ്ട. നമുക്ക് ഇതുവരെയും അങ്ങനത്തെ തന്നെ. അല്ലെങ്കിൽ ചാണകം ഉണ്ടാവുമല്ലേ. ചാണം പശുക്കളൊന്നും ഇല്ലാതെ പിന്നെ അടുക്കള വേസ്റ്റെല്ലാം കൊണ്ട് ഇതിലങ്ങ് ഒഴിച്ചാൽ സുഖമായിട്ട് കുറേ കത്തിക്കാനും കിട്ടും. പിന്നെ ഈ ബയോഗ്യാസ് എല്ലാറ്റിനും ഒഴിക്കാൻ കിട്ടും. ചാണകമൊന്നും ഇടേ വേണ്ട. ഇതന്നെ കോരി ഒഴിച്ചാൽ മതി. അല്ല ഇപ്പോൾ ഒരുപാടുണ്ട് കോരി ഒഴിക്കാണ്ട. ഇതേ കോരി ഒഴിക്കണ്ടു. ഇനി തുറന്ന് വെച്ചിട്ട് ഞാൻ ഇതന്നെ കോരി ഒഴിക്കാനാക്കും. ഇനി ചെയ്യണമെങ്കിൽ നമ്മ തന്നെ ചെയ്യേണ്ടതല്ലേ. ഇതിൽ ആളെ ആക്കിയാൽ ആളൊന്നും ഇല്ല. ഇവിടെ ഒന്നും ഒരു പണിക്കാറില്ല. എന്താനും ഇതെല്ലാം നമ്മ ചെയ്യേണ്ടതല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നിനും ആളില്ലാണ്ടായി. നല്ല പുല്ല് കയറി മൂടി അതിയതാ. എല്ലാം വൃത്തിയാക്കാൻ ഞാൻ താള് വരച്ച സ്ഥലമായതുകൊണ്ടല്ലേ. താള് വരയ്ക്കുമ്പോൾ കാടുവെന്ന് പറഞ്ഞു. ഇതെല്ലാം എന്നെ കളയണം. എത്ര വൃത്തിയാക്കിയാലും മഴയൊന്ന് വരുമ്പോൾ ആദ്യം കാട് വരും. അതേപോലെ ലാവളപ്പിനും കയറിയത് തന്നെ ഉണ്ടല്ലേ. ഇവിടെ ഇപ്പം എല്ലാം കളഞ്ഞു കാട് ആദ്യം വന്നത്. തറവാട്ടിൽ വളപ്പ് മുമ്പിലാണെങ്കിലും ഞാൻ തന്നെ കൈക്കോട്ട് എടുത്തിട്ടെല്ലാം മൂട കൂട്ടും. വലിയ സ്ഥലത്തെല്ലാം മൂട കൂട്ടും. പിന്നെ കാടിന് സ്ഥലമില്ലല്ലോ. കാട് വളരാൻ സ്ഥലമില്ലല്ലോ. ഇല്ലടത്തെല്ലാം കൊള്ളിക്ക് മൂട കിട്ടും. കൊള്ളി കിട്ടിയിട്ടെങ്കിലും കാട് പോകുമല്ലോ. കസ്തൂരി വേണ്ട ഞാൻ കാണിച്ചു തരാം. ഇതാണ് കസ്തൂരി വേണ്ട. ഇതിനാണ് ഞാൻ കസ്തൂരി വാഴ പറയല്. ഈ പേരാണ് വാഴ കൊടുക്കൽ. ഉണ്ടല്ലേ. ഇതിങ്ങനെ ചള്ള് മാത്രമേ വെക്കാനാവൂ. അല്ല ഇത് നല്ല സാമ്പാറിലെല്ലാം ഇടാം. ഇത് വേഗം മൂത്ത് പോകും. ഇത് വെണ്ടക്ക മാതിരി തന്നെ. പക്ഷെ നല്ല ഗുണമാണെന്നല്ലോ ഇത്. അതാണ് കസ്തൂരി. ഇതാണ് കസ്തൂരി.
വലിയ കാട് വഴി ഉണ്ട് അത്ര ഏതാണ്ടില്ലേ എല്ലാം വൃത്തിയാക്കിയാലും ഇപ്പം ഒച്ചയും ബഹളവും നമ്മളിപ്പോൾ ഈ ആലയിലെല്ലാം ഉണ്ടാവില്ല അങ്ങനത്തെ ആലയായത് അന്ന് ആളില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എല്ലാം ഒന്ന് പണിക്കാർ ഇലയെല്ലാം മരം മുറിച്ചിട്ടാകുമ്പോൾ ഇലയെല്ലാം കൊത്തി നിറച്ചതാണ് കാണൂതാ അല്ലേ ഭാര്യ ഇടാനുള്ള ഇഷ്ടം പോലെ ഉണ്ട് ആളെ ആക്കിയാലും കണക്കന്നെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യില്ലല്ലോ എന്തായാലും ആക്കിയാലേ 2 തേങ്ങ കിട്ടിയതാണ് തെങ്ങിനെല്ലാം രോഗമാണ് ഇവിടെ എല്ലാം മണ്ടരി പിടിച്ചില്ല ഇപ്പോൾ കുറച്ച് അതിന് അത് നല്ല തെങ്ങതാ അതിനുണ്ട് തേങ്ങ കുറച്ച് അപ്പുറത്തെല്ലാം മണ്ടരിയായിട്ട് ഇപ്പം ഇങ്ങനെ നേരെ ആകുന്നത്രേ എല്ലാം പോയി തെങ്ങും തെങ്ങിനും ഉണ്ടാവുകയില്ല എവിടെയൊന്നും വേഗം പോകും തെങ്ങിൻ്റെ തല അതിനും കറിക്കൂട്ടാനെല്ലാം ഉണ്ടാവും